Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്താന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് ട്രേഡ് മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ അതൊരു റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈൻ ആവാം, ഡിസൈൻ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ മറ്റൊന്നിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാവുന്ന ഒരു ഘടകമായിരിക്കണം അത്. അതിൽ വേർഡ്സ് ഇൻക്ലൂഡ് ആവാം, ലോഗോസ് ഇൻക്ലൂഡഡ് ആവാം, സിമ്പിൾസ്, കോമ്പിനേഷൻസ്, ഇതൊക്കെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് ബിസിനസ് അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് മാർക്ക് വെക്കുന്നത്. ഈ ട്രേഡ് മാർക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൺസ്യൂമർ കൺഫ്യൂഷൻ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ആ ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് തെറ്റിദ്ധരിച്ച് വാങ്ങുകയാണെങ്കിൽ അവിടെ കൺസ്യൂമർ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അതായത് മറ്റൊന്നാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ വേറെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. സോ അത് ഒഴിവാക്കുക എന്നതാണ് ട്രേഡ് മാർക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ ട്രേഡ് മാർക്കിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. അതായത് ഈ മാർക്ക് എന്ന് പറയുന്നത് അത് യുണീക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഗുഡ്സിന്റെ ആ സർവീസിന്റെ മറ്റൊന്നിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഈ മാർക്ക് കൊണ്ട് സാധിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് നോൺ ഡിസെപ്റ്റീവ്. അതായത് ഈ മാർക്ക് ഒരിക്കലും കൺസ്യൂമറെ ഡിസീവ് ചെയ്യാനോ അതുപോലെ മിസ്ലീഡ് ചെയ്യാനോ പാടില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് നോൺ കോൺഫ്ലിക്റ്റ്. അതായത് ഇത് ഒരിക്കലും ഐഡന്റിക്കലോ അല്ലെങ്കിൽ മറ്റൊരു ഗുഡുമായിട്ട് കൺഫ്യൂസിംഗ്ലി സിമിലറും ആകരുത്. അതായത് ബേസിക്കലി ഇത് യുണീക്ക് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും പബ്ലിക് മൊറാലിറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോന് വയലേറ്റ് ചെയ്യുന്നതോ ആവരുത്. ലീഗൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് മാർക്കിന്റെ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടേം ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ട്രേഡ് മാർക്കിന്റെ ടേം ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 10 ഇയേഴ്സിലേക്കാണ്. 10 കൊല്ലത്തിന് ശേഷം നമുക്കിത് റിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജിയോഗ്രഫിക്കൽ സ്കോപ്പ് ആണ്. അതായത് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ ബേസിക്കലി അത് ടെറിറ്റോറിയൽ ആയിരിക്കും. അതായത് ഇന്ത്യയിൽ ഒരാൾക്ക് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യയിൽ മാത്രമാണ് ഉള്ളത്. അതായത് പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് അയാൾക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ, അതായത് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അത് ട്രീറ്റീസ് വഴി ആണ് ലഭിക്കുക. അത് മാഡ്രിഡ് പ്രോട്ടോകോളാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ്. അതായത് ഈ ട്രേഡ് മാർക്ക് ലഭിച്ചിട്ടുള്ള ആള്, അതായത് ട്രേഡ് മാർക്ക് ഓണറിന് അയാൾക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ട്. അതായത് വേറൊരാൾ ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യാനുള്ള റൈറ്റ്, അതുപോലെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ്, കോമ്പൻസേഷൻ വാങ്ങിക്കാനുള്ള റൈറ്റ്, അങ്ങനെ പല റൈറ്റ്സും ട്രേഡ് മാർക്ക് ഓണറിന് ലഭിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.